കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായം കുട്ടിപ്പുര എന്ന് പറയുന്ന ഈ പാഠത്തില് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. നമ്മൾ സാവിത്രിക്കുട്ടിയുടെ ഈ കഥ നമ്മൾ വായിച്ചു. അവള് സ്വപ്നത്തിൽ കണ്ട ഒരു വീട് ഉണ്ടാക്കുന്ന കഥയാണ് നമ്മൾ വായിച്ചത്. അതില് താഴെ പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു. കണ്ടെത്താൻ പറയാമെന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര്. ഈ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഒന്നാമത് ചോദിക്കുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നമുക്കറിയാം, പ്രധാന കഥാപാത്രങ്ങൾ സാവിത്രിക്കുട്ടിയും അച്ഛനും വേലുവുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. സാവിത്രിക്കുട്ടി, അച്ഛൻ, വേലു, ഈ 3 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. 2ാമത്തെ ചോദ്യം, സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? കുട്ടിപ്പുര മാത്രം പോരാ, പിന്നെന്താ വേണ്ടത്? അതിൽ ആളുകളും വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണമെന്നാണ് സാവിത്രിക്കുട്ടി ആവശ്യപ്പെട്ടത്. അടുത്ത 3ാമത്തെ ചോദ്യം, കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? നേരത്തെ പറഞ്ഞു ആളുകളും വേണമെന്ന് പറഞ്ഞു. ആരൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? അവൾ പറഞ്ഞത് അച്ഛനും അമ്മയും 3 പെൺകുട്ടികളും. അച്ഛനും അമ്മയും 3 പെൺകുട്ടികളും ആ കുട്ടിപ്പുരയിൽ വേണമെന്നാണ് സാവിത്രിക്കുട്ടി പറഞ്ഞത്. ഇവിടെ 3 ചോദ്യങ്ങളാണ് കൊടുത്തത്. ഇനി നമുക്ക് ഈ പാഠഭാഗം വായിച്ചാൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിലേതാനും ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തുടങ്ങാം. കഥ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് 6 വയസ്സുള്ള സാവിത്രിക്കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കാം. സാവിത്രിക്കുട്ടിയുടെ വയസ്സ് എത്ര? സാവിത്രിക്കുട്ടിയുടെ വയസ്സ് എത്ര? അല്ലെങ്കിൽ സാവിത്രിക്കുട്ടിക്ക് എത്ര വയസ്സായി? ഇതൊരു ചോദ്യമാണ്. അപ്പൊ 6 വയസ്സ് എന്ന് ഉത്തരം എഴുതാം. 2ാമത്തെ ചോദ്യം, ഇവിടെ അച്ഛന്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. ആരുടെ കൈയാണ് സാവിത്രിക്കുട്ടി പിടിച്ചു വലിച്ചത്? ആരുടെ കൈ ആണ് സാവിത്രിക്കുട്ടി പിടിച്ചു വലിച്ചത്? ഉത്തരം അച്ഛന്റെ കൈ. അച്ഛന്റെ കൈ. 2ാമത്തെ ചോദ്യം അങ്ങനെ നമുക്കുണ്ടാക്കാം. ഇവിടെ തന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ടാക്കാം. സാവിത്രിക്കുട്ടി അച്ഛനെ എവിടേക്കാണ് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ സാവിത്രിക്കുട്ടി അച്ഛന്റെ കൈ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉമ്മറത്തേക്ക് എന്ന് നമുക്ക് ഒറ്റവാക്ക് ഉത്തരം എഴുതാം. ഉമ്മറത്തേക്ക്. ഇനി അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് വേലു എന്ന് അച്ഛൻ ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാക്കാം. അച്ഛൻ ആരെയാണ് വിളിച്ചത്? അച്ഛൻ ആരെയാണ് വിളിച്ചത്? ഉത്തരം വേലു, അല്ലെങ്കിൽ വേലുവിനെ. വേലുവിനെ എന്ന് പറയാം. താഴേക്ക് പോന്നാല് ഇവിടെ ഒരു ഭാഗം വരുന്നുണ്ട്. ഈ ഭാഗത്തെത്തിയാൽ നിങ്ങൾ കാണാൻ കഴിയും. എന്നേക്ക് പണി തീരും എന്ന് സാവിത്രിക്കുട്ടി ധൃതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാക്കാം. സാവിത്രിക്കുട്ടി ധൃതിയിൽ വേലുവിനോട് എന്താണ് ചോദിച്ചത്? സാവിത്രിക്കുട്ടി ധൃതിയിൽ വേലുവിനോട് എന്താണ് ചോദിച്ചത്? അപ്പം എന്നേക്ക് പണി തീരും, എന്നേക്ക് പണി തീരും. ഇതൊരു ചോദ്യമായിരുന്നു. ഒരു ചോദ്യം ചോദിച്ച് വേറൊരു ചോദ്യം തന്നെ ഉത്തരമായി വരുന്ന രീതിയിലാണ് ഇവിടെ എഴുതാൻ കഴിയുക. അതിന് വേലു പറഞ്ഞ മറുപടി ഉണ്ട് സാവിത്രിക്കുട്ടിയോട്. ഏറിയാൽ 10 ദിവസം, ഒരാഴ്ച ഏറിയാൽ 10 ദിവസം. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യം നമ്മൾ കൊടുക്കാം. വേലുവിന്റെ മറുപടി എന്തായിരുന്നു? അല്ലെങ്കിൽ സാവിത്രിക്കുട്ടിയുടെ ചോദ്യത്തിന് വേലുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം ഒരാഴ്ച ഏറിയാൽ 10 ദിവസം. ഇതായിരുന്നു അതിന് മറുപടി.
ഇനി ഇങ്ങനെ താഴേക്ക് വായിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ഇവരൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി ഇവിടെ ഒരു ഭാഗം പറയുന്നുണ്ട്, അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ ചോദ്യം ഉണ്ടാക്കാം, സാവിത്രിക്കുട്ടി സാരിയായി ഉടുത്തത് എന്തായിരുന്നു, അല്ലെങ്കിൽ സാവിത്രിക്കുട്ടി സാരിയായി ധരിച്ചത് എന്തായിരുന്നു? തോർത്തുമുണ്ട്. ഉത്തരം തോർത്തുമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഉത്തരം എഴുതാം. ഇനി അത് താഴേക്ക് പോന്നാൽ വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വെയിൽ വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി, അയാളത് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമുക്കുണ്ടാക്കാം, ചോദ്യം ഉണ്ടാക്കാം, കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വേല് എന്തുമായാണ് വന്നത്? കുറെ ദിവസം കഴിഞ്ഞ് വേലു എന്തുമായാണ് വന്നത്? ഉത്തരം നമുക്ക് എഴുതാൻ എന്തെഴുതാം? ഒരു ഉന്തുവണ്ടിയും കുറെ തട്ടുമുട്ട് സാധനങ്ങളും. ഒരു ഉന്തുവണ്ടിയും കുറെ തട്ടുമുട്ട് സാധനങ്ങളും. ഇങ്ങനെ നമുക്ക് ഈ കണ്ടെത്താൻ പറയാം എന്ന് പറയുന്ന ഭാഗത്തെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും നമുക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന് ഉത്തരവും നമുക്ക് കണ്ടെത്തി ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കും. ഇനി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക, ക്ലാസ്സിൽ അഭിനയിക്കുക എന്നാണ്. അഭിനയിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ സാവിത്രിക്കുട്ടി മുതിർന്നവര് സാരി ധരിക്കുന്ന പോലെ സാരി ധരിച്ച് ഒരു അഭിനയം ഒരു ടീച്ചറായി അഭിനയിച്ചു. ഇതുപോലെ നിങ്ങൾ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക, ക്ലാസ്സിൽ അഭിനയിക്കുക എന്നാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ഇങ്ങനെ കളിക്കാറുള്ളത് എന്നാണ്, മുതിർന്നവർ കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കളിക്കാറുള്ളത് എന്നാണ് ചോദിക്കുക. ഇത് കളിയുടെ പേരാണ് ചോറും കറിയും വെച്ച് കളി, ടീച്ചറും കുട്ടികളും കളി. 2 കളികൾ ഇവിടെ പറയുന്നത്. ടീച്ചറും കുട്ടികളും കളിയിലാണ് സാധാരണ നമ്മൾ സാരിയൊക്കെ കൊടുത്ത് വടിയൊക്കെ എടുത്ത് കളിക്കാറുണ്ട്. വീണ്ടും നമ്മൾ അമ്മയും മക്കളും കളിക്കാറുണ്ട്, അല്ലെ? അമ്മയും മക്കൾ സാധാരണ കുട്ടികൾ കളിക്കുന്ന ഒരു കളിയാണ് അമ്മയും മക്കളും. പിന്നെ ഡോക്ടറും രോഗിയും കളിക്കാറുണ്ട്. കടക്കാരൻ കച്ചവടക്കാരന്റെ കളി കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ബസ് ഡ്രൈവർ കളിക്കാറുണ്ട്. ഇങ്ങനത്തെ കുറെ കളികൾ കളിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികളുടെ പേര് നിങ്ങൾ ഇവിടെ എഴുതുക. അടുത്ത വർക്ക്, സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളും സൗകര്യങ്ങളുമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സാവിത്രിക്കുട്ടി സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളും സൗകര്യങ്ങളുമാണ് ഉള്ളത്? നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മളത് വായിച്ചു. അതില് വരാന്ത ഉണ്ടായിരുന്നു. പിന്നെ ആ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 കിടപ്പറകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുക്കള ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഊണുമുറി എന്ന് പറയുമ്പോൾ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയല്ലോ, അതാണ് ഊണുമുറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കലവറ ഉണ്ടായിരുന്നു. കലവറ എന്ന് പറഞ്ഞ സ്റ്റോർ റൂം എന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. കുളിമുറിയും ഉണ്ടായിരുന്നു. ഇത്രയും സൗകര്യങ്ങളാണ് സാവിത്രിക്കുട്ടി സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാരെ അതും ഈ ഭാഗത്ത് എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനം മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം എന്നാണ്. ഒരു ഭാഗത്ത് മുറികൾ എന്ന് കൊടുത്തിട്ടുണ്ട്, മറുഭാഗത്ത് ഉപയോഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്ത് നമ്മുടെ വീട്ടിലെ മുറികളുടെ പേര് എഴുതുക, മറുഭാഗത്ത് ആ മുറി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ ഭാഗത്ത് എഴുതുക. ഇത് സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ കലവറ എന്ന് പറയുന്ന ഒരു മുറി ഉണ്ടായിരുന്നു, ഒരു റൂം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞിരുന്നു. അതിന് എന്തിനാണ് ഉപയോഗം? സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം. നമ്മുടെ അരി, പഞ്ചസാര, മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിക്കുമല്ലോ, ആ സൂക്ഷിക്കുന്ന ഇടമാണത്. അടുത്ത മുറി എന്താണ് നമുക്ക് എഴുതാൻ കഴിയും? എന്തായിരുന്നു? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കിടപ്പറ, അല്ലെ? നമ്മൾ ബെഡ്റൂം എന്ന് പറയും. അപ്പൊ എന്താ നമുക്ക് അവിടെ എഴുതാൻ കഴിയാ? പറഞ്ഞു നോക്കൂ, എന്താ എഴുതാൻ കഴിയാ? കിടന്നുറങ്ങാനുള്ള റൂം, മുറി, കിടന്നുറങ്ങാനുള്ള മുറി. അടുത്തത് അടുക്കള. അടുക്കള നമുക്ക് എഴുതാം, അടുക്കള. അടുക്കളയുടെ ഉപയോഗം എന്താണ്? ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള ഇടം, പാകം ചെയ്യുന്നതിനുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ എഴുതാം, അടുക്കള. അടുത്തത് എന്താ നമ്മൾ എഴുതാ? കുളിമുറി എഴുതാം. വീട്ടിലുള്ളൊരു മുറിയാണ് കുളിമുറി. കുളിമുറിയുടെ ഉപയോഗം എന്താണ്? കുളിക്കുന്നതിനുള്ള സ്ഥലം, കുളിക്കുന്നതിനുള്ള സ്ഥലം. വേറെ എന്ത് മുറിയാണ് നമ്മുടെ വീട്ടിലുള്ളത്? സ്വീകരണ മുറി ഉണ്ടാവൂലേ? സ്വീകരണ മുറി. എന്താ സ്വീകരണ മുറിയുടെ ഉപയോഗം? അതിഥികളെ അല്ലെങ്കിൽ വിരുന്നുകാരെ ഇരുത്തുന്ന മുറി. വിരുന്നുകാരെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വീകരണ മുറിയിലാണ് നമ്മൾ ഇരുത്താറുള്ളത്. പിന്നെ എന്താണുള്ളത്? ഊണുമുറി ഉണ്ടാവും, അല്ലെ? ഊണുമുറി. ഊണുമുറി എന്ന് പറഞ്ഞാൽ എന്താ?
ഭക്ഷണം കഴിക്കുന്നതിന് ഡൈനിങ് ഹാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്ഥലം, ഭക്ഷണം കഴിക്കുന്നതിന് സ്ഥലം. ചില സ്ഥലത്ത് പഠനമുറി ഉണ്ടാകും. പഠനമുറി, എന്താ പഠനമുറിയുടെ ഉപയോഗം? പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ചില സ്ഥലത്ത് പ്രാർത്ഥനാമുറികൾ ഉണ്ടാകും, അല്ലെ? പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുള്ള സ്ഥലം. ഇങ്ങനെ നമുക്ക് ഓരോ മുറികളും അതിന്റെ ഉപയോഗവും നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അടുത്തൊരു പ്രവർത്തനം വീട് വരക്കാം, നിറം നൽകാം എന്ന ഈ പ്രവർത്തനമാണ്. ഇവിടെ നിങ്ങൾ ഒരു വീട് വരക്കുക. വീട് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് ചുമരിന് ഒരു നിറം, അതുപോലെ തന്നെ മേൽക്കുരക്ക് വേറെ നിറം, ജനലിലും വാതിലിലും സ്റ്റെപ്പിനും ഒക്കെ വ്യത്യസ്ത നിറങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ആ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കാം. വീട് വരക്കാം, നിറം നൽകാം എന്ന് പറയുന്ന പ്രവർത്തനം. ഇനി താഴെ ചൊല്ലി രസിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കളിവീട്. ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി, ചക്കര കൊണ്ട് തൂണെല്ലാം, കൽക്കണ്ടത്താൽ തറയെല്ലാം, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി, ചാടിത്തുള്ളും തേനരുവി എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. കളിവീടുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം കൂടിയുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മോട് ഇന്ന് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇതിൽ പ്രവർത്തനങ്ങളുണ്ട്, അത് വേറെ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ മനസ്സിലായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.